പഴയ നെയിൽ പോളിഷിൻ്റെ ബാക്കി ഇരിക്കുന്നതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരുപാട് നാളായി നെയിൽ പോളിഷ് ഇട്ടിട്ട്. ഷേപ്പിങ്ങും കട്ടിങ് ഷേവിങ് എല്ലാം കഴിഞ്ഞു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. മറ്റൊന്നുമല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നെയിൽ കെയർ വീഡിയോ ആണ്. എൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ്സ് വരാറുണ്ട്. നെയിൽ കെയർ വീഡിയോ ചെയ്യാമോ, നെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമോ, നെയിൽ ഗ്രോത്ത് വീഡിയോ ചെയ്യാമോ. അപ്പം ഫൈനലി ഞാൻ വീണ്ടും നെയിൽ കെയർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ലാഗടിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഇപ്പോൾ എൻ്റെ നെയിലിൻ്റെ അവസ്ഥ. നമുക്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് ഗ്രൂം ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ നേരത്തെ ഇട്ട നെയിൽ പോളിഷിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതാദ്യം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഈ കൈ നല്ലപോലെ നീണ്ടിട്ടൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ വെട്ടി ഷേപ്പ് ചെയ്ത് വാഷ് ചെയ്ത് നെയിൽ പോളിഷൊക്കെ സുന്ദരമാക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ നമ്മുടെ പഴയ നെയിൽ പോളിഷിൻ്റെ ബാക്കി ഇരിക്കുന്നതൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിമൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. കുറേയൊക്കെ ഞാൻ ഓൾറെഡി കൈകൊണ്ട് തന്നെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ തന്നെ പോയി. ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാലിലേക്ക് പോകാം. കാലിൽ ഞാൻ ഒരുപാട് നാളായി നെയിൽ പോളിഷ് ഇട്ടിട്ട്. അപ്പോൾ ഉള്ളത് അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് റിമൂവ് ചെയ്ത് കളയാം. ഒരു കാലിൽ രണ്ട് വിരലിലാകെ ഉണ്ടാകും. അത് കഴിഞ്ഞ് അടുത്ത കാലിൽ നമ്മൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. ചെറിയ ഒരു പിന്നെന്താ പഴയ നേരത്തെ ഉണ്ടായിരുന്ന നെയിൽ പോളിഷിൻ്റെ ഒരു ഷെയ്ഡൊക്കെ ചെറുതായിട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ നെയിൽസൊക്കെ ഒന്ന് വെട്ടി, നീളം കൂടുതലുള്ള നെയിൽസൊക്കെ വെട്ടി നോർമൽ ലെങ്തിലാക്കി പിന്നെ ഷേപ്പ് ചെയ്ത് ഒന്ന് ഗ്രൂം ചെയ്ത് എടുക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സമയത്ത് തന്നെ എക്സ്ട്രാ നമ്മുടെ നെയിൽസിൻ്റെ അവിടെയുള്ള തൊലികളൊക്കെ എക്സ്ട്രാ ഡെഡ് സ്കിന്നൊക്കെ കുറേ പൊങ്ങി നിൽപ്പുണ്ട്. അതൊക്കെ നമുക്ക് നെയിൽ കട്ടർ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ.
ഷേപ്പിങ്ങും കട്ടിങ് ഷേവിങ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത കാലിലേക്ക് പോവാം. നമുക്ക് കയ്യിലേക്ക് പോകാം. കയ്യിൽ കുറച്ച് പണിയുണ്ട്, കാരണം നല്ല രീതിയിൽ കയ്യിൽ നഖമൊക്കെ നീട്ടിട്ടുണ്ട്. നല്ലപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മളിനി ഇത് കൈയിൻ്റെ നെയിൽസൊക്കെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് അടിപൊളിയാക്കാൻ പോകും. ഫൈനലി തീർന്നു. എൻ്റെ കാലിൻ്റെയും കൈയുടെയും കട്ടിങ് ആൻഡ് ഷേവിങ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വാഷിംഗ് ആണ്, അതിനുശേഷം നെയിൽ പോളിഷിങ്. അപ്പം നമുക്ക് വാഷ് ചെയ്ത് തരാം. ഞാൻ നിങ്ങളെ വാഷ് ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം നോർമലായിട്ട് വാഷ് ചെയ്താൽ മതി. സോപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ കുളിക്കാൻ പോവാണ്, അപ്പോൾ അതിന് മുന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോർമൽ വാഷ് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ അതായത് എൻ്റെ വീക്ക്ലി റൊട്ടീനാണ്. അപ്പം നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന പോലെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നില്ല, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ വാഷ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ളതുപോലെ വാഷ് ചെയ്യും, ബ്രഷൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ നോർമലായിട്ടോ വാഷ് ചെയ്താൽ മതി. നമ്മൾ കാലും കൈയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ട് നെയിൽ പോളിഷ് ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഏറെക്കുറെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നെയിൽ പോളിഷിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഡാർക്ക് ഗ്രീൻ കളർ നെയിൽ പോളിഷാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈഡിലൂടെയൊക്കെ ആകുന്നുണ്ടെങ്കിൽ എത്ര ശ്രദ്ധിച്ചാലും ആകും. പിന്നെ നല്ല പ്രൊഫഷണൽ ആര് ചെയ്യുന്നവരൊന്നും ആവത്തില്ല, പക്ഷെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇടുമ്പം ഞാൻ എന്തായാലും ചെയ്യുമ്പം സൈഡിലൊക്കെ നല്ലപോലെ ആകും. അപ്പം ഞാൻ സാധാരണ സൈഡിൽ ആവുന്ന നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ അന്നേരം തന്നെ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ എപ്പോഴും നെയിൽ പോളിഷ് ഇടുമ്പം അറ്റ്ലീസ്റ്റ് 2 കോട്ടെങ്കിലും ഇടണം. 2 or 3 കോട്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഫിനിഷിങ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ സെക്കൻഡ് കോട്ടിങ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒരു കാലിലെ നെയിൽസ് ഫുള്ള് 2 കോട്ട് നെയിൽ പോളിഷ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് കാലിലെ നെയിൽസിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ 2 കാലിലെ നെയിൽ പോളിഷ് 2 കോട്ട് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെയിൽ ഇനാമൽ അടിക്കുകയാണ് കേട്ടോ. നെയിൽ ഇനാമൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങും നല്ലൊരു ഗ്ലോയും പിന്നെ ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം മസ്റ്റായിട്ട് നമ്മൾ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം നെയിൽ ഇനാമൽ ഇടാനായിട്ട് ആരും മറന്നുപോലെ കേട്ടോ. നമ്മൾ കാലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. കാലിൽ 2 കോട്ട് നെയിൽ പോളിഷും അടിച്ച് നെയിൽ ഇനാമലും അടിച്ചതിന് ശേഷം നമ്മൾ കയ്യിലേക്ക് കിടക്കുകയാണ്. കയ്യിൽ നെയിൽ പോളിഷ് ഇടണം. അതിനുശേഷം നെയിൽ ഇനാമലും അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു. അങ്ങനെ നമ്മൾ കാലിൻ്റെയും കൈൻ്റെയും നെയിൽ പോളിഷിങ്ങും ക്ലീനിങ്ങും കട്ടിങ്ങും ഗ്രൂമിങ്ങും എല്ലാം കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.